നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എരിവുള്ള കപ്പലണ്ടി, മസാല കപ്പലണ്ടിയാണ്. ആദ്യം കപ്പലണ്ടി കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് അത് തോർത്തി നല്ലപോലെ ഉണക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണിത്. അല്ലെങ്കിൽ നമ്മൾ വറക്കുന്ന സമയത്താണെങ്കിലും ഉപ്പിടാം. ഇതിപ്പം ഓൾറെഡി ഉപ്പിൽ കുറേ നേരം വെച്ച് വെള്ളത്തിൽ വെച്ചിട്ട് അത് തോർത്തിയെടുത്ത കപ്പലണ്ടിയാണിത്. ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മുളക് പൊടി, എണ്ണ, ഉപ്പ് പോരാത്ത ചേർത്താൽ മതി. ഇപ്പം ഞാൻ ഉപ്പിലിട്ട് വെച്ച ഉപ്പിൽ കുറേ നേരം വെച്ചതുകൊണ്ട് ഉപ്പ് അത്ര ഇടേണ്ട ആവശ്യമില്ല. കറിവേപ്പില. നമുക്കിത് നല്ലപോലെ ഇപ്പം തീ കൂട്ടിയിട്ട് ചെയ്യാം. പക്ഷേ ഒരുമാതിരി നമ്മുടെ ഈ പാത്രത്തിൽ അതിൻ്റെ ഒരു എണ്ണ ഇങ്ങനെ കപ്പലണ്ടിയിൽ നിന്നിറങ്ങും. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം തീരെ കുറച്ചിട്ടിട്ട് വേണം പിന്നെ വറക്കാനായിട്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം, പോരാത്ത ഉപ്പ് ചേർക്കണം, മുളക് പൊടി ഇട്ട് കൊടുക്കണം, കറിവേപ്പില ഇടണം. ഇനിയിപ്പം നമുക്കിത് എണ്ണ ഈ കപ്പലണ്ടിയിൽ നിന്ന് എടുക്കുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ നല്ലപോലെ കപ്പലണ്ടി ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നിങ്ങനെ പൊട്ടാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറയ്ക്കണം. അതുപോലെ തന്നെ ഈ കപ്പലണ്ടിയിൽ നിന്ന് നല്ലപോലെ ചൂടായി അത് ഒരുമാതിരി ഉണങ്ങിയ ഒരു പരുവാകുമ്പോഴത്തേക്കും ഈ കപ്പലണ്ടിയിൽ നിന്ന് എണ്ണ എടുക്കാൻ തുടങ്ങും. അതാണ് അതിൻ്റെ പരുവം. ആ സമയത്ത് നല്ലപോലെ തീ കുറച്ചിട്ടിട്ട് വേണം പിന്നെ ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ വേഗം കരിയാൻ തുടങ്ങും. ഇപ്പം നമുക്ക് എണ്ണ ഒഴിക്കാനുള്ള പരുവമായിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 സ്പൂണോളം നല്ലപോലെ ഇട്ടിട്ടുണ്ട്. തീരെ ലോ ഫ്ലെയിമിൽ വേണം, അല്ല തീ ഓഫാക്കിയിട്ടാണേലും മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മുടെ പാത്രം നല്ലപോലെ ചൂടായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കപ്പലണ്ടി വറക്കുന്ന സമയത്ത് ഏറ്റവും പഴയ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ചൂട് തട്ടുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല കപ്പലണ്ടി റെഡിയായിട്ടുണ്ട്.